നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് CBSE 10th സ്റ്റാൻഡേർഡിലെ സെക്കൻഡ് ചാപ്റ്ററായ പോളിനോമിയൽസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ജോമെട്രിക്കൽ മീനിങ് ഓഫ് ദ സീറോസ് ഓഫ് എ പോളിനോമിയൽ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അപ്പോൾ നമ്മൾ ഒരു പോളിനോമിയലിൻ്റെ സീറോസ് എന്ന് പറയുന്നത് എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടത്. അതായത് ഒരു പോളിനോമിയൽ നമ്മൾ P(x) എടുത്തു, അതിൽ നമ്മൾ K എന്ന് പറഞ്ഞ ഏതെങ്കിലും ഒരു റിയൽ നമ്പർ വാല്യൂസ് ഇട്ട് കൊടുക്കുകയാണ്. എക്സിന് പകരം X എന്ന് പറഞ്ഞ വേരിയബിളിന് പകരം K എന്ന് പറഞ്ഞിട്ടുള്ള വാല്യൂസ് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് P(k) നമ്മൾ കാണുകയാണ് അല്ലേ, അതിൻ്റെ വാല്യൂ 0 കിട്ടി. അങ്ങനെയാണെങ്കിൽ ആ റിയൽ നമ്പർ K എന്ന് പറയുന്നത് ആ പോളിനോമിയലിൻ്റെ ഒരു 0 ആയിരിക്കും. ഇനി അതിൻ്റെ ജോമെട്രിക്കലായിട്ട് നമ്മൾ ഗ്രാഫ് വരച്ചിട്ട് അതിൻ്റെ ജോമെട്രിക്കൽ റെപ്രസെൻറ്റേഷൻ എങ്ങനെയാണെന്ന് നോക്കാം, അതിൻ്റെ മീനിങ്സും എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ലീനിയർ പോളിനോമിയൽ എന്ന് തുടങ്ങാം അല്ലേ. നമ്മൾ പറഞ്ഞു ഒരു പോളിനോമിയലിൻ്റെ ഡിഗ്രിക്ക് അനുസരിച്ച് നമ്മൾ പല പല പേരുകൾ കൊടുത്തിട്ടുണ്ട്. ഡിഗ്രി എന്ന് പറയുന്നത് അതിൻ്റെ വേരിയബിളിൻ്റെ ഏറ്റവും ഹയസ്റ്റ് പവറാണ് ഡിഗ്രി എന്ന് പറയുന്നത്. ആ പവർ 1 ആണെങ്കിൽ നമ്മൾ ആ പോളിനോമിയലിനെ ലീനിയർ പോളിനോമിയൽ എന്ന് പറയും. പവർ 2 അല്ലെങ്കിൽ ഡിഗ്രി 2 ആണെങ്കിൽ അത് ക്വാഡ്രാറ്റിക് പോളിനോമിയലും, ഡിഗ്രി 3 ആണെങ്കിൽ ക്യൂബിക് പോളിനോമിയൽ, അങ്ങനെ നമ്മളതിന് പേര് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഒരു ലീനിയർ പോളിനോമിയലിൻ്റെ സീറോസിൻ്റെ ജോമെട്രിക്കൽ റെപ്രസെൻറ്റേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. അതിനുവേണ്ടി നമ്മൾ ഒരു ലീനിയർ പോളിനോമിയൽ എങ്ങനെയായിരിക്കും, P(x) = ax + b ആ ഒരു മോഡലായിരിക്കും അല്ലേ. 2x + 3 അല്ലെങ്കിൽ 6x + 5 അങ്ങനെയുള്ള ഒരു രീതിയിലായിരിക്കും ലീനിയർ പോളിനോമിയൽ എന്ന് പറയുന്നത്. അത് എപ്പോഴും ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ലീനിയർ പോളിനോമിയൽ അല്ലെങ്കിൽ ax + b എന്ന് പറയുന്നത് നമ്മൾ ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ അതെപ്പോഴും ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടാണ് നമുക്കിവിടെ കിട്ടുക. അപ്പോൾ നമുക്കൊരു എക്സാമ്പിളിൽ നിന്ന് തന്നെ തുടങ്ങാം. y = 2x + 3 അല്ലെങ്കിൽ P(x) = 2x + 3 എന്ന് പറയുന്ന ഒരു പോളിനോമിയൽ നമ്മൾ എടുത്തു. അപ്പോൾ നമ്മൾ അതിൻ്റെ ഗ്രാഫ് വരയ്ക്കാൻ നോക്കുകയാണ്. അതിനുവേണ്ടി നമ്മൾ ആദ്യം എക്സിന് -2 എന്നുള്ള വാല്യൂ കൊടുത്തു. -2 എന്നുള്ള വാല്യൂ കൊടുക്കുമ്പം വൈയുടെ വാല്യൂ എന്താ കിട്ടുക, 2x + 3യിൽ നമ്മൾ എക്സിന് -2 ഇട്ട് കൊടുക്കുക. അപ്പോൾ 2 × -2 -4 -4 + 3 -1. അപ്പോൾ x -2 ആണെങ്കിൽ y -1 കിട്ടി. ഇനി എക്സിന് 2 കൊടുക്കുകയാണെങ്കിൽ 2 × 2 4 4 + 3 7, വൈക്ക് നമുക്ക് 7 എന്നുള്ള വാല്യൂ കിട്ടി. അപ്പോൾ ഈ രണ്ട് വാല്യൂ വെച്ചിട്ട് അതായത് -2 -1 അതിവിടെ -2 -1 അതുപോലെ 2 7 ഈ 2 പോയിന്റ് വെച്ചിട്ട് നമുക്കൊരു സ്ട്രേറ്റ് ലൈൻ വരയ്ക്കാൻ പറ്റൂലേ. നമ്മൾ ഗ്രാഫിൽ x ആക്സിസും y ആക്സിസും വരച്ചു. ഈ രണ്ട് കോർഡിനേറ്റ്സ് നമ്മളിവിടെ മാർക്ക് ചെയ്തു, 2 പോയിന്റ് നമ്മളവിടെ മാർക്ക് ചെയ്തു. അപ്പോൾ നമ്മൾ ജോയിൻ ചെയ്തപ്പോൾ നമുക്കൊരു സ്ട്രേറ്റ് ലൈൻ കിട്ടി. കണ്ടോ, ഇതാണ് y = 2x + 3 y = 2x + 3യുടെ സ്ട്രേറ്റ് ലൈൻ എന്ന് പറയുന്നത്. ഇനി നമ്മളിതിൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഈ സ്ട്രേറ്റ് ലൈൻ നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് ഈ ഗ്രാഫിൽ നിന്ന് തന്നെ ഇതിൻ്റെ സീറോസ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. എങ്ങനെയാണ് ഇതിൻ്റെ സീറോസ് കണ്ടുപിടിക്കുക? ഈ ഒരു സ്ട്രേറ്റ് ലൈൻ ആണല്ലോ ഇപ്പോൾ ഇതിൻ്റെ ഗ്രാഫ് കിട്ടിയിരിക്കുന്നത്. അത് x ആക്സിസിൽ എവിടെയെങ്കിലും ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ ഇതിങ്ങനെ നോക്കുന്ന സമയത്ത് x ആക്സിൽ കണ്ടോ ഇവിടെ അത് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഇവിടെ x ആക്സിസിലായതുകൊണ്ട് y കോർഡിനേറ്റ്സ് എന്തായിരിക്കും, 0 ആയിരിക്കും. പിന്നെ ഇതിൻ്റെ x കോർഡിനേറ്റ് എന്ന് പറയുന്നത് എന്താണ്, -3/2 ആണ്. അപ്പം ഇവിടെ x ആക്സിസിൽ ആ ഗ്രാഫ് x ആക്സിസിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ് ഏതാണോ അല്ലെങ്കിൽ അതിൻ്റെ x കോർഡിനേറ്റ് ഇവിടെ x കോർഡിനേറ്റ് ആയിട്ട് കിട്ടിയിരിക്കുന്നത് -3/2 അതായിരിക്കും ഈ ഒരു പോളിനോമിയലിൻ്റെ 0 എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ 0 കണ്ടുപിടിക്കാൻ പഠിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് 0 കാണാൻ നമ്മൾ എങ്ങനെയാണ് -b/a ഒരു ലീനിയർ പോളിനോമിയൽ ആണെങ്കിൽ അതിൻ്റെ 0 എന്ന് പറയുന്നത് -b/a, അതായത് -b എന്ന് പറയുന്നത് എന്താണ് നോക്ക്, ax + b. b എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻറ്റ് ടേം ആയിരിക്കും അല്ലേ. അത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മൈനസ് കോൺസ്റ്റൻറ്റ് ബൈ കോയിഫിഷ്യൻ്റ് ഓഫ് എക്സ്. എ എന്ന് പറയുന്നത് എന്താണ്, എക്സിൻ്റെ കോയിഫിഷ്യൻ്റ്. അപ്പോൾ -b/a എന്നുള്ള ഒരു രീതിയിലായിരിക്കും നമുക്കിതിൻ്റെ 0 കിട്ടുക. അത് നമ്മൾ ചെയ്യുന്ന സമയത്ത്. പക്ഷേ ഗ്രാഫിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക, ഇങ്ങനെ ഒരു ഗ്രാഫ് തന്നു, ഇതിൻ്റെ 0 ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഗ്രാഫ് x ആക്സിസിൽ എവിടെയാണോ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത്, y ആക്സിസിലല്ല x ആക്സിസിൽ, ആ പോയിന്റിൻ്റെ x കോർഡിനേറ്റ് ആയിരിക്കും ആ ഒരു പോളിനോമിയലിൻ്റെ 0 എന്ന് പറയുന്നത്. അപ്പോൾ ജോമെട്രിക്കൽ റെപ്രസെൻറ്റേഷൻ മനസ്സിലായല്ലോ. അല്ലെങ്കിൽ ഒരു ഗ്രാഫ് തന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് അതിൻ്റെ 0 കാണുന്നത്. പിന്നെ ലീനിയർ പോളിനോമിയൽ ആയതുകൊണ്ട് അതിന് ഒരൊറ്റ 0 മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. അപ്പോൾ നമുക്ക് എങ്ങനെ കൺക്ലൂഡ് ചെയ്യാം, ഫോർ എ ലീനിയർ പോളിനോമിയൽ ax + b, ജനറലായിട്ട് നമ്മൾ ax + b എടുക്കുകയാണ്. a എന്ന് പറയുന്നത് ഒരിക്കലും 0 ആവാൻ പാടില്ല. a 0 ആയി കഴിഞ്ഞാൽ നമ്മളതിനെ ലീനിയർ പോളിനോമിയൽ എന്ന് വിളിക്കില്ല അല്ലേ. അപ്പോൾ എക്സിൻ്റെ കോയിഫിഷ്യൻ്റ് എപ്പോഴും 0 ആവാൻ പാടില്ല.
the graph of y equal to ax plus b is a straight line which intersects the x-axis at exactly one point. ഒറ്റ പോയിന്റിൽ അവിടെ ഇന്റർസെക്റ്റ് ചെയ്യുള്ളൂ. ആ പോയിന്റ് ഏതായിരിക്കും? -b/a 0. അതിൻ്റെ y കോർഡിനേറ്റ്സ് 0 ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ആ ലീനിയർ പോളിനോമിയലിനെ ആകെ കൂടി എക്സാക്ട്ലി 1 0 ആണുള്ളത്. അതെന്ന് പറയുന്നത് എക്സ് കോർഡിനേറ്റ് ഓഫ് ദ പോയിന്റ് വെർ ദ ഗ്രാഫ് ഓഫ് y equal to ax plus b intersect the x-axis. എക്സ് ആക്സിസിൽ എവിടെയാണോ ആ ഗ്രാഫ് ഇന്റർസെക്റ്റ് ചെയ്യുന്നത് അതിൻ്റെ എക്സ് കോർഡിനേറ്റ് മാത്രം എടുത്താൽ മതി. അതാണ് നമ്മുടെ 0 എന്ന് പറയുന്നത്. അപ്പോൾ ലീനിയർ പോളിനോമിയലിൻ്റെ സീറോസിൻ്റെ ജോമെട്രിക്കൽ റെപ്രസെൻറ്റേഷൻ മനസ്സിലായല്ലോ. അതെപ്പോഴും ഒരു സ്ട്രേറ്റ് ലൈൻ ആയിരിക്കും. എങ്ങനെ കാണുക എന്നുള്ളത് മനസ്സിലായി. ഇനി നമുക്ക് ക്വാഡ്രാറ്റിക് പോളിനോമിയലിൻ്റെയും അതുപോലെ ക്യൂബിക് പോളിനോമിയലിൻ്റെയും ഇതുപോലെ സീറോസ് കാണാം. ജോമെട്രിക്കൽ റെപ്രസെൻറ്റേഷൻ ഉണ്ട്. അതിൻ്റെ ഗ്രാഫ് വരച്ചിട്ടുള്ളത്. അതുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്